ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1200 ആണ്ട് മലയാള വർഷഫലമാണ്. ചിങ്ങമാസം വന്നു ചേർന്നിരിക്കുന്നു. ചിങ്ങമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തെ ഫലം ഗ്രഹങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ചിങ്ങമാസം മുതൽ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഭാഗ്യമുണ്ട്. അതായത് രാശിയുടെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഒരു വർഷത്തെ ഫലം പറയുമ്പോൾ അങ്ങനെയാണ്. അതായത് ഓരോ ഗ്രഹങ്ങളിലും ഇത്ര ദിവസം വീതം കൃത്യം ആയിട്ട് ഓരോ രാശികളിലൂടെയും കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യാവസ്ഥത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുവാൻ, നല്ല ചികിത്സ ലഭിക്കുവാനൊക്കെ ഈ വർഷം യോഗമുണ്ട്. അതായത് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ ഈ വൃശ്ചികം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം 9-ാം ഭാവാധിപത്യം കൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനാണ്. അത് എല്ലാ മാസവും നിശ്ചിത രാശികളിലൂടെ അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അത് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് കഴിച്ചു പെട്ടെന്ന് അത് മാറി അങ്ങനെയൊക്കെ അനുഭവിക്കുവാൻ യോഗമുണ്ട്. കൂടാതെ ധനസ്ഥാനം ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവർ അതീവ ശ്രദ്ധ ആവശ്യമാണ്. കരാറുടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെയുള്ള ആൾക്കാരുമായിട്ട് ഒക്കെ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കുന്നത് പോലെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക. അധിക സാഹസികത പാടില്ല. എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ചില പെട്ടെന്ന് തോന്നുന്ന ചില തീരുമാനങ്ങൾ കൊണ്ട് അധിക സാഹസികമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് വലിയ നഷ്ടത്തിൽ കലാശിക്കുവാൻ സൂചനയുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിലാകട്ടെ ചില ധൈര്യത്തോടും വീര്യത്തോടും ഒക്കെ കൂടി പ്രവർത്തിക്കുന്നത് വളരെയധികം അഭിവൃദ്ധികളും ഉയർച്ചകളും ശ്രേയസ്സും യശസ്സും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവസരോചിതമായ പെരുമാറ്റം അത് വളരെ അത്യാവശ്യമാണ്. ഒരു സ്ഥാനഭ്രംശം, അല്ലാതെ തൊഴിൽപരമായിട്ടോ അല്ലാതെയോ ഒക്കെ ഒരു സ്ഥാനഭ്രംശം വന്നു ചേരുക, സ്ഥാനം ട്രാൻസ്ഫർ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അതായത് സ്വദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം നാട് വിട്ട് വിദേശവും ആകാം, അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നതിനോ പഠിക്കാൻ പോകുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. വളർത്തുമൃഗങ്ങളോട് വളരെ സ്നേഹം തോന്നുകയും ഒരു വളർത്ത് മൃഗത്തിനെ സംരക്ഷിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ഇത് എല്ലാരെ കൊണ്ടും സാധിക്കുമോ? ഓഫീസേഴ്സ് ആയിരിക്കുന്നവരും ടൗണിലൊക്കെ ജീവിക്കുന്നവരും ഒക്കെ എല്ലാവർക്കും സാധിക്കുമോ എന്ന് ചോദിക്കും. ചില സന്ദർഭങ്ങളിൽ ഒരു വളർത്തുമൃഗത്തെ സംരക്ഷിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പോലും ടൗണിലുള്ളവരും പരിമിതമായ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. അത് ചില കാലത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള പ്രചോദനം ലഭിക്കും, മനോഭാവത്തിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ സഹജീവികളെ, നമ്മുടെ കൂടെയുള്ളവരെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കുവാനും ഒരു വിട്ടുവീഴ്ച മനോഭാവവും നല്ല ഒരു മനസ്സുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഒരു ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. സ്വന്തം പേരിൽ ഒരു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതിനുമായിട്ട് പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുവാൻ യോഗമുണ്ട്.
സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ശത്രുക്കളോട് എപ്പോഴും ഒരു കരുതൽ ആവശ്യമാണ്. ശത്രുക്കളുടെ മേൽ വിജയം വരിച്ച് സന്തോഷകരമായി ജീവിക്കുവാൻ അത് അനിവാര്യമാണ്. ആത്മീയ രംഗങ്ങളിൽ ഇടപെടുന്നതിനും ആത്മീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനും മനസ്സ് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും അത് മുഖാന്തരം ദോഷങ്ങളൊക്കെ അകന്നു പോകുന്നതിനും ഈ വർഷം യോഗമുണ്ട്. എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം ഏത് പ്രവർത്തന രംഗത്ത് ചെയ്യുന്നവർക്കും അത്ര തൃപ്തികരമായിട്ടുള്ള ഒരു വർഷമല്ല. നല്ല സുഹൃത്തുക്കളെ കൂടെ നിർത്തേണ്ടതുമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ സഹായിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗവും സ്വത്ത് സമ്പാദിക്കുന്നതിനുമൊക്കെ അവസരം വന്നിച്ചു. ഭക്ഷ്യ വിഷബാധ പോലെയുള്ള ക്ഷുദ്രജീവികളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ സൂചകമാണ്. ആയതിനാൽ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും മെഡിസിൻ കഴിക്കുമ്പോൾ പഴകിയ മെഡിസിൻ ഒന്നും കഴിക്കാൻ പാടില്ല. അസമയത്ത് യാത്ര ചെയ്യുമ്പോഴും വെട്ടമില്ലാതെയൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവരും അകത്തായാലും ഒക്കെ വീട്ടിനുള്ളിലായാലും കറണ്ട് ഇല്ലാത്തപ്പോഴും ഒക്കെ ചിലപ്പോൾ നമുക്ക് അറിയാമല്ലോ, അങ്ങനെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം. വെട്ടം ഏതെങ്കിലും തരത്തിൽ ഉള്ള സ്ഥലത്ത് മാത്രമേ സഹവസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം ക്ഷുദ്രജീവികളിൽ നിന്നൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഒരു നീതിബോധം പെട്ടെന്ന് ഉണ്ടാകുകയും സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും കൂടി ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യുവാനായിട്ട് അവസരം വന്നിച്ച്. എങ്കിലും ചില കാര്യങ്ങൾക്ക് തൊഴിൽപരമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ ചില സന്ദർഭങ്ങളിൽ അലച്ചില് കൂടുതൽ ഉണ്ടാകും. നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ നോക്കണം. ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ നിയമപരമായ കാര്യങ്ങളൊക്കെ ശരിയാണ് ചെയ്യുന്നത് എന്ന് ഇരുന്നാലും ഉത്തമ ഗുരുക്കന്മാരുടെയോ നല്ല അറിവുള്ള ഓഫീസേഴ്സിന്റെ ഒക്കെ നിയമപരമായ ഒരു നിർദ്ദേശം സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സൂചനയുള്ളതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക. വിജയങ്ങൾ സുനിശ്ചിതമായും വൃശ്ചികം രാശിക്കാർക്ക് ഈ കൊല്ലവർഷം 1201 ആണ്ടിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. ദോഷങ്ങൾ അകന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.